ഹലോ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. വന്നു എന്ന് പറയുന്നതിന് കാര്യമില്ല, വരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ നിർത്തി, അതായത് വ്ളോഗ് നിർത്തി, യൂട്യൂബിലെ എല്ലാ പരിപാടികളും നിർത്തി എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് തീർത്തും 100% ജെന്യുവിനായിട്ട് ഞാനിട്ട പോസ്റ്റ് തന്നെയാണത്. ഞാൻ നിർത്തിയതാണ് സാധനം. സംഭവം പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, 1-2 കമൻറ്റുകൾ നെഗറ്റീവ് അടിച്ച്. അങ്ങനെയല്ല, ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. സംഭവം ഞാനേ ഈ വ്ളോഗ്, അതായത് യൂട്യൂബ് വ്ളോഗ് തുടങ്ങിയത് ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫെസ്റ്റിവൽ വ്ളോഗ്സാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അതാണ് എൻ്റെ കണ്ടൻറ്റ് സാധനം അതായിരുന്നു. സംഭവം എന്താണ്, ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എനിക്കതൊന്ന് പണം സമ്പാദിക്കണം, ഒരുപാട് വ്യൂവേഴ്സ് കിട്ടണം, ഫെയിം ആവണം, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇതിനു മുമ്പും ഞാനൊരു ഉത്സവപ്രേമിയായിരുന്നു, ഒരു ആനപ്രേമിയായിരുന്നു. അപ്പം ഞാൻ ഈ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ ഈ വീഡിയോസ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ പെൻഡ്രൈവുകളുണ്ട്, മെമ്മറി കാർഡ്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് ഈ മെമ്മറികൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പഴയ ഫോട്ടോകളായാലും പഴയ വീഡിയോകളായാലും എല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഞാനിത് പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, എന്തായാലും നീ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിട്ട് സൂക്ഷിക്കാമല്ലോ, നമുക്ക് ലൈഫ് ടൈമാണ് സാധനം. അതുകൊണ്ട് ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. എനിക്ക് വീഡിയോ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പം ചിലർ വേറെ ഇതുമായിട്ട് വരുന്നുണ്ട്, കമൻറ്റുമായിട്ട് വരുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ പ്രൈവറ്റ് ആക്കി ഇടുക, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട്. അത് ഞാൻ അതിലോട്ട് പോകണില്ല. അങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ പോയി എടുത്തിട്ട് അതൊരു 10 പേരെങ്കിൽ 10 പേര് കാണട്ടെ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഫസ്റ്റ് ചാനൽ തുടങ്ങി എനിക്കൊരു 5 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കിട്ടിയത്. 5 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരു മുടങ്ങാതെ ഒരു 20-25 വ്യൂ കിട്ടുമായിരുന്നു തുടക്ക സമയത്ത്. 5 സബ്സ്ക്രൈബേഴ്സും 20-25 വ്യൂ മാത്രമേ എനിക്കുള്ളൂ. സംഭവം ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിതൊന്നും 1 രൂപ പോലും ഉണ്ടാക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. സംഭവം ഞാനൊരു വീഡിയോ ഇടുന്നു, അത് കുറച്ച് പേരെങ്കിലും കാണുക. അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സാധനമാണ്. മെയിനായിട്ടും എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. സംഭവം എനിക്ക് വീഡിയോസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെമ്മറിയാണ് സാധനം. എനിക്കെല്ലാം വീണ്ടും ഇരുന്ന് കാണണം. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അങ്ങനത്തെ കുറേ വീഡിയോസ്, ഫെസ്റ്റിവൽ വീഡിയോസ് ഇതിലുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സംഭവം എൻ്റെ മാത്രം കഷ്ടപ്പാട്, എൻ്റെ മാത്രം എഫേർട്ട് എടുത്ത് ഞാനെടുത്ത വീഡിയോ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിലോട്ട് കടക്കുന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ കാര്യം പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ എനിക്ക് പോയി. അതിനുശേഷം ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്ക് കുറച്ച് വ്യൂ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉത്രാളിക്കാവ് പൂരത്തിന് ഞാൻ പോയിരുന്നു. ഉത്രാളിക്കാവ് പൂരത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു വീഡിയോയ്ക്ക് 300 വ്യൂ കിട്ടുന്നത്. 300 വ്യൂ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 35-25 ആ ഒരു രീതിക്ക് എനിക്ക് വ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉത്രാളിക്കാവ് പൂരം വീഡിയോ എടുത്തിട്ടതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് 300 വ്യൂ അതിൽ കിട്ടി. സംഭവം പിന്നെ എനിക്ക് സബ് കയറുന്നുണ്ട്, പതുക്കെ കയറുന്നുണ്ട്. അതായത് എൻ്റെ ചാനലിൽ സബ് എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത്. അതായത് പൂരം, ആന, ആ ഒരു രീതി, അതായത് അതിഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് എനിക്ക് കയറി തുടങ്ങി. പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു, ഒരു കരിമ്പ് വണ്ടി പോകുന്ന സമയത്ത് അതിന്ന് ഒരു ആന കരിമ്പെടുക്കുന്നൊരു വീഡിയോ, അത് ഞാൻ എഡിറ്റ് ചെയ്തൊരു ഷോർട്സ് ഇട്ടിരുന്നു. ആ ഷോർട്സ് സാധനം വൈറലായി. അത് 5 മില്യൺ പോയി ആ സാധനം. ഇപ്പോഴും ചാനലിൽ കിടപ്പുണ്ട്, നോക്കാം. പഴയ വീഡിയോ ആണ് സംഭവം. അത് 5 മില്യൺ പോയി, ഷോർട്സ് വീഡിയോ ആണ്.
അപ്പോൾ അതിനുശേഷം എനിക്ക് ഡെയിലി ഈ ടൈമർ പോകുന്ന പോലെയായിരുന്നു, എന്നും പറഞ്ഞായിരുന്നു എനിക്ക് സബ് കയറിക്കൊണ്ടിരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അതിഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക്, മനസ്സിലായല്ലോ. പൂരവും ആനയും അത് ആ തരത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തരം ആൾക്കാരങ്ങനെയായി. അതിനുശേഷം എനിക്ക് നല്ല രീതിക്ക് വ്യൂ ആയി. നല്ല രീതിക്കൊന്നല്ല, എനിക്ക് 25-35 കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് പിന്നെ 300-400 ആ ഒരു ലെവലിലായി എനിക്ക് വ്യൂ. എനിക്ക് അത് തന്നെ ധാരാളം, എനിക്ക് സന്തോഷം. സംഭവം ഞാൻ അപ്പോഴും ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഇന്ന് 1 രൂപ പോലും എനിക്ക് സമ്പാദിക്കണം എന്നുള്ളത്, മനസ്സിലായല്ലോ. എനിക്കിതൊന്നും സമ്പാദിക്കണ്ട, മനസ്സിലായല്ലോ. പിന്നീട് അതിനുശേഷം പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഉത്സവത്തിന് കാര്യത്തിനൊന്നും പോകാൻ പറ്റാതെ, കണ്ടൻ്റ് ഇല്ല, മനസ്സിലായല്ലോ. ഞാൻ ചാനൽ തുടങ്ങുകയും ചെയ്ത് കണ്ടൻ്റ് ഇല്ല. അപ്പോൾ ഉത്സവത്തിന് പോയാലും ഉത്സവം സീസൺ സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ കഴിയുന്നുള്ളൂ. പിന്നെ വീഡിയോ ഇല്ല, കണ്ടൻ്റ് ഇല്ല. മെയിനായിട്ടും ഈ ഡെയിലി വീഡിയോയിലെ ഒരു ഹെയ്റ്ററാണ് ഞാൻ പല ഡെയിലി വ്ളോഗേഴ്സിനെ കളിയാക്കിയിട്ടുണ്ട്, ട്രോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡെയിലി വീഡിയോ തുടങ്ങും, ഡെയിലി വ്ളോഗ് ചെയ്യൂ. ഞാൻ അതിന് ശേഷം മാസത്തിൽ 1 വീഡിയോ ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, മാസത്തിൽ 1 വീഡിയോ, അങ്ങനെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്നുണ്ട്, ആ സമയത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യൂ, ഡെയിലി റൊട്ടീൻ ചെയ്യൂ. അങ്ങനെ ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ ചെയ്യൂല. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് എനിക്ക് മാസത്തിൽ 1 വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ, ഞാൻ എന്താ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഡെയിലി വ്ളോഗ്, അതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ട് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ. അതായത് എനിക്ക് സംഭവം ഇഷ്ടമല്ല, ഡെയിലി വ്ളോഗ് എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ്. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ അത് കാണിക്കുന്നത് അത് ഇഷ്ടമല്ലാതെ ചെയ്ത കാര്യമായിരുന്നു, സത്യമായിട്ടും. പിന്നെ ചെയ്തു വന്നപ്പോൾ അതൊരു ഹരമായി, നല്ലൊരു രസമായി. സംഭവം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു സംഭവമായി ചെയ്തു വന്നപ്പോൾ. ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, ഞാൻ വീഡിയോ ആ സമയത്തൊക്കെ വ്ളോഗ് ചെയ്തിരുന്നത് സാംസങ്ങിൻ്റെ ഒരു ഫോണിലായിരുന്നു, സാംസങ് M31. അതിലായിരുന്നു ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അതിൽ കുറേ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ക്വാളിറ്റി പോരാ, വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ല, നിങ്ങൾ ക്വാളിറ്റി, അതായത് ഒരു ക്യാമറ വാങ്ങൂ, സെറ്റ് ചെയ്യൂ, വീഡിയോയ്ക്ക് ക്വാളിറ്റി കൂട്ടൂ. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ ക്വാളിറ്റി ആയിട്ട് ചെയ്യാം, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവില്ലേ? അതായത് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എല്ലാ എഡിറ്റും കാര്യങ്ങളും എല്ലാം, ഞാൻ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കഷ്ടപ്പാടെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതെന്ത് കഷ്ടപ്പാടാണ്, വീഡിയോ എടുത്ത് വെറുതെ അങ്ങ് ഇടുന്നു, അല്ല, ഞാൻ എന്താണ് കഷ്ടപ്പാടെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത പൈസ മുടക്കി ഞാനൊരു GoPro എടുത്തു. GoPro 13 ബ്ലാക്ക് EMI ആയിട്ടാണ് എടുത്തത് കേട്ടോ. ഏകദേശം ഇപ്പോൾ എനിക്കിനി ഒരടവും കൂടെ ഉണ്ട് അതിന്. ഈ ഒരടവും കൂടെ അപ്പോൾ 40,000 രൂപയായി അതിന്, പലിശ ഉൾപ്പെടെ, മനസ്സിലായല്ലോ. യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. അത് എത്രയാണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഫസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കുറയുന്നത് ആ സമയത്താണ്. അതായത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമാനം കിട്ടി, ഇതേ കിടക്കുന്ന ഡിം, അതായത് വ്യൂ ഒറ്റയടിക്ക് പോയി, മനസ്സിലായില്ലേ. സപ്പോർട്ടാണ്, ആൾക്കാരുടെ സപ്പോർട്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന്. അതായത് ഒരുത്തൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഒരുത്തൻ നശിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവനെ അത് കണ്ട് രസിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അത് നല്ല വ്യൂ ആയിരുന്നു, നല്ല സപ്പോർട്ടുമായിരുന്നു. അപ്പം അവൻ ഒരുവിധം കരകയറി വന്ന സമയത്ത് ഓക്കെ ബൈ ബൈ ടാറ്റ, ഇനി നമുക്കിതിൽ കാണാനൊന്നുമില്ല, ഇനി കാണാനുള്ള ഇൻട്രസ്റ്റ് പോയി, അങ്ങനെ പോയി. ഞാൻ പറയുന്നത്, ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. നിങ്ങൾക്ക് ഒരു കണ്ടൻ്റ് ഇല്ല, ഒരു മെസ്സേജ് ഇല്ല, ഒന്നുമില്ല, വെറുതെ ഓരോന്ന് എടുത്തങ്ങ് ഇടുന്നു, വെറുതെ കാണുക, അത്രേ ഉള്ളൂ, ഒന്നുമില്ല. പഴയ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി, അതിൻ്റെ വ്യൂ അറിയാൻ പറ്റും, എത്രത്തോളം ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞപ്പം അവസാനത്തെ വീഡിയോസിൻ്റെ വ്യൂ വെച്ചിട്ട് എന്നെ ഒരാൾ അളന്നായിരുന്നു കേട്ടോ. വ്യൂ കണ്ടാലറിയാം, വീഡിയോയുടെ വ്യൂ കണ്ടാലറിയാം നമ്മൾ കുറച്ച് പേര് കാണുന്നത് കൊണ്ടാണ് ഇത് ഓടിപ്പോണത്. എനിക്ക് ചിരിയാണ് വന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 25 വ്യൂവും 5 സബും കൊണ്ട് നടന്നവനാണ് ഞാൻ. എനിക്ക് ഈ 100 എന്ന് പറഞ്ഞത് എന്താണ് 1 മില്യനെ പോലെയാണ് എനിക്കത്. ഞാൻ മുമ്പ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ആര് കണ്ടില്ലെങ്കിലും ഈ 5 വ്യൂ കിട്ടിയില്ലെങ്കിലും എൻ്റെ അമ്മ കണ്ടോളും, വീഡിയോ. സംഭവം ഞാൻ വീണ്ടും പറയുന്നു, എനിക്കിപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് പൈസ ഉണ്ടാക്കണ്ട, പൈസ ഉണ്ടാക്കി എനിക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ ഞാൻ അധ്വാനിച്ചു തുടങ്ങിയതാണ് കൂലിപ്പണിക്ക്. 9ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തിയിട്ട് കൂലിപ്പണിക്ക് ഇറങ്ങി തുടങ്ങിയതാണ് ഞാൻ 13 വയസ്സ് മുതൽ. എനിക്ക് എൻ്റെ അടുത്ത് ഇതൊന്നും പറയല്ലേ. പിന്നെ ഞാൻ കൂലിപ്പണിയിൽ നിന്ന് മാത്രം പിടിച്ചുകൊണ്ട് നിന്നില്ല. അതിനുശേഷം ഞാൻ പ്രൊഫഷണൽ റെസ്ലിംഗ് പഠിച്ചു. റെസ്ലിംഗ് വഴിയാണ് ഞാൻ സിനിമയിൽ കയറുന്നത്. ഇപ്പം ഏകദേശം ഒരു 15 പടത്തിലുള്ള ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. സ്റ്റണ്ട് മാനായിട്ട് ചെറിയ ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ഈ ഒരു ജേർണി, അതായത് തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം ആ ഒരു ജേർണി എന്താണ്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നവർക്ക് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെ ഏത് ലെവലിൽ നിന്ന് വന്നതാണെന്നുള്ളത്. ഞാനിപ്പോൾ വളർന്ന് പന്തലിച്ചെന്നല്ല പറയുന്നത്. അപ്പം ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പം അവസാനം ഇപ്പം ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ. എനിക്കത് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അറിയാമല്ലോ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് വർക്കിന് പോകണം, പിടച്ചടിച്ച് വീഡിയോ എടുക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് വർക്കിന് പോകണം. വർക്കിൻ്റെ ഇടയ്ക്കും പറ്റുന്ന കണക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നു. എല്ലാ സൈറ്റിലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്നാലും പറ്റുന്ന സൈറ്റിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നു. ഡെയിലി വ്ളോഗാണല്ലോ, വേറെ എന്ത് ചെയ്യാനതിന് ഒരു കണ്ടന്റ് ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കണ്ടന്റ് ഇടാനുള്ള ആ ഒരു ഇതും എനിക്കില്ല. അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. എന്നിട്ട് വൈകുന്നേരം 5:30-ക്ക് ശേഷം ഞാൻ ജിമ്മിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് 8 മണി കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസാണ് എൻ്റെ കയ്യിലുള്ളത്. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളും വീഡിയോ എടുക്കും. അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ചെല്ലാം റെഡിയാക്കിയതിന് ശേഷം എഡിറ്റിംഗ് തുടങ്ങി. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗോപ്രോയിൽ നിന്ന് ഫോണിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് അത് തന്നെ ഒരുപാട് മണിക്കൂർ എടുക്കും. അത് പിന്നെ എഡിറ്റ് ചെയ്ത് പഴയ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്കിലിട്ട് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12-1 മണിയാവും. എന്നിട്ട് ഞാൻ അത് എക്സ്പോർട്ടിട്ട് അത് വരുമ്പോൾ തന്നെ 4 മണി അടുപ്പിച്ചാവും. അതുവരെ ഞാൻ എപ്പോഴും ഉറങ്ങുന്ന ഈ എക്സ്പോർട്ട് വരെ ഞാൻ ഉറങ്ങാതിരിക്കും. അതായത് മിക്ക ദിവസങ്ങളിലും ഞാൻ ഉറങ്ങപ്പോഴത്തേക്ക് 2 മണി, 1:30, 1 മണി ഈ ടൈമിലൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങണത്. എന്നിട്ട് അതിനുശേഷം രാവിലെ ഞാൻ അപ്ലോഡിന് ഇടുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് മൊബൈൽ ഇൻ്റർനെറ്റ് പറ്റാത്തതുകൊണ്ട് ഞാൻ വൈഫൈ കണക്ഷൻ എടുത്തിട്ട് ഇങ്ങനെയാണ് ഡെയിലി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണത്. അപ്പം അത്രയും കഷ്ടപ്പാടാണ് സംഭവം. വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് യൂട്യൂബ് അപ്ലോഡ് അങ്ങനെയല്ല. ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ഏറ്റവും പാട് വീഡിയോ ഡെയിലി വ്ളോഗാണ്. ഡെയിലി മുടങ്ങാതെ ഇടുന്ന ആൾക്കാരുണ്ട്, ഡെയിലി മുടങ്ങാതെ. സംഭവം എനിക്ക് മെയിനായിട്ട് കൺസിസ്റ്റൻസി ഇല്ല. ഡെയിലി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതാണ് മെയിനായിട്ട് ഞാൻ നിർത്താനായിട്ട്. മെൻ്റലി ഞാൻ നല്ല വിഷമത്തിലിരിക്കുമായിരുന്നു. സംഭവം ഞാൻ ഷൂട്ടിന് പോകുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഷൂട്ടിന് പോകുന്ന വീഡിയോസ് എൻ്റെ മാത്രമുള്ള വീഡിയോസൊക്കെ വളരെ വ്യൂ കുറവാണ്. നമ്മളെ വീട്ടിലുള്ള നമ്മളെ കുടുംബം ആയിട്ടുള്ള വീഡിയോസാണ് ഒരുവിധം കയറി പോകുന്നത്. ഒരുവിധം, അതായത് ഭയങ്കര വ്യൂ ഒന്നുമല്ല. ഞാനിപ്പോഴും പറയുന്നത് വ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ സമയത്താണ് കുറച്ച് കമൻറ്റുകൾ വന്നതും അതുമായിട്ട് സംസാരമായതും. അതെന്തോ ഞാൻ ഇതിൻ്റെ എല്ലാം ഇതായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇത് വായിക്കുന്നത്. സംഭവം പല ആളുകൾക്കും ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇടുന്നവർക്ക് വെറുതെ അങ്ങ് ഇടാം. ഒരു ക്രിയേറ്ററിന് അറിയാം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ കാര്യമല്ല, ഞാൻ മൊത്തത്തിലുള്ള ക്രിയേറ്റർമാരെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും പല ക്രിയേറ്റർമാരും ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് കമൻസ് കാരണം. ഈ കമൻ്റ് ഇടുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ പെടുന്ന കഷ്ടപ്പാട് എന്താണെന്നൊന്നും അവരറിയുന്നില്ല. അപ്പോൾ ഓൾറെഡി
ചാനൽ വീഡിയോ നിർത്താനുള്ള പരിപാടി പ്ലാനിലാണ് ഇരുന്നത്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഓക്കെ ഡൺ. ഒന്നാതേ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ്. മനസ്സിലായില്ലേ? അതായത് ഈ ഇനി വയ്യ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പിടിക്കാനും ഒന്നിനും വയ്യ. ആ ഒരു നിന്ന സമയത്താണ് ഈ സാധനവും കൂടെ പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ ആയപ്പം 100% ഉറപ്പിച്ചു ഈ പരിപാടി നിർത്താൻ. ഇതില വഴിയേ പോണ പാമ്പിനെ എടുത്ത് തലയിൽ വെച്ചെന്നോ അങ്ങനെ എന്തോ ഒക്കെയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് പരിപാടി അങ്ങ് നിർത്തിക്കളയാന്ന് വെച്ച് നിർത്തിയെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ട്. എൻ്റെ ദൈവമേ, പോസ്റ്റ് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യം പറയാല, പോസ്റ്റ് ഇട്ട മാത്രമേ എനിക്ക് ഓർമ്മയുള്ളതാ ഈ നിമിഷം വരെയും. ഇപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് ജിമ്മിൽ കയറിയിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങി കഴിയും സംഭവം വീഡിയോ ഇട്ട് തെറി കേൾക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് വീഡിയോ കണ്ടിട്ട് അതിന് കമൻറ്റ് തെറിയായിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. ഇത് സംഭവം വീഡിയോ നിർത്തപ്പോഴാണ് തെറി വരുന്നത്. ഇതുവരെ എന്നെ തെറി വിളിക്കാത്തത് വരെ എന്നെ തെറി വിളിക്കുക സംഭവം ഞാനിത് നിർത്തിയതിന്. അതുപോലെ തന്നെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, സുലയെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കമൻറ്റുകൾ കണ്ടു. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ തരാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. സംഭവം ഇനിയിപ്പോൾ ഞാൻ എല്ലായിടത്തും ഗുഡ് ബൈ പറഞ്ഞ് പോയി. ഇനി തിരിച്ചു വരുന്നത് ശരിയല്ല. ഞാൻ തീർത്തും നിർത്തിയതാണ്. സംഭവം എന്നെ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എല്ലാവരും കൂടി. സംഭവം വ്യൂ ഉണ്ടായിരുന്ന സമയത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്നു, നല്ല വരുമാനം കിട്ടിയായിരുന്നു. ഇപ്പം വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒത്തിരി കൂടെ ആൾക്കാരങ്ങ് പോകും. അയ്യോ അവന് വരുമാനം കിട്ടി, അത് വിഷയമില്ല, ഞാൻ കളഞ്ഞിട്ട് പോകാൻ നിന്നാനാ ഞാൻ. അത് വിട്, നെഗറ്റീവ് എല്ലാം വിട്. അപ്പോൾ ഇതുവരെ ഞാൻ നേരിട്ട് സംസാരിക്കാത്ത ആളുകൾ പോലും എൻ്റെ അടുത്ത് സംസാരിക്കാം. അതായത് നമ്മളെ പല സ്ഥലത്തുനിന്ന് വെച്ച് കാണുന്ന ആൾക്കാർ വരെ അവർ കണ്ടിട്ട് സംഭവം അവർക്കൊക്കെ നല്ല വിഷമമുണ്ട് വീഡിയോ നിർത്തിയതിൽ. എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് സ്പോട്ടിൽ വിളിച്ച ആൾക്കാരുണ്ട്, ഫോൺ വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട്. ഓരോ യൂട്യൂബേഴ്സിനും അവരവർക്ക് ഓരോ ടൈമുണ്ട് ചാനൽ ഗ്രോത്ത് ആവാനായിട്ട്, കയറി വരാനായിട്ടും ഓരോ വിഷയങ്ങളുണ്ടാകുന്ന ടൈമിലാണ്. അങ്ങനെ ഒരു സമയത്ത് എനിക്കൊരു വിഷയം ഉണ്ടായി. ആ സമയത്താണ് ചാനൽ ഗ്രോത്ത് ആയത്, ചാനൽ കയറിയത്, മോണിറ്റൈസേഷൻ ആയത്. ഒരുപാട് ഓൺലൈൻ മീഡിയാസ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് മുതലെടുത്തിരുന്നു എങ്കിൽ ഞാനിപ്പോൾ ജോലിക്കും കുലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് യൂട്യൂബ് കൊണ്ട് തന്നെ എനിക്ക് ജീവിതമാർഗ്ഗം എനിക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ചോറ് എനിക്ക് വേണ്ട. ആ ചോറ് എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിലൊന്നും പോകായിരുന്നത്. ഒരുപാട് പേര് ഇതേപോലെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, നേരിട്ട് കണ്ടു പറയുന്നു. ഞാനിപ്പോൾ ചെകുത്താനും കടലിനും നടുക്കും എന്നുള്ളൊരു രീതിയായിപ്പോയി സംഭവം. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഡെയിലി വ്ളോഗ്, ഫാമിലി വ്ളോഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇനിയും ഇത് ആവർത്തിക്കാം. സംഭവം അത് വിഷയമാവും. അതുകൊണ്ടാണ് സംഭവം. അഥവാ ഞാൻ ഇനി വീഡിയോ ചെയ്ത് തുടങ്ങിയാലും ഡെയിലി വ്ളോഗ് ഈ ചാനലിൽ ഉണ്ടാവില്ല. ചിലപ്പം എന്തെങ്കിലും നല്ല വിശേഷ ദിവസങ്ങളോ എന്തെങ്കിലും നല്ല വിശേഷ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വീഡിയോ ചെയ്യും. അല്ലാതെ ഡെയിലി ഉള്ള നമ്മുടെ കാര്യങ്ങളൊന്നും ഇനി വീഡിയോ ചെയ്യുന്നതല്ല. പിന്നെ മാക്സിമം കണ്ടൻറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ ഫെസ്റ്റിവൽ വ്ളോഗിലോട്ട് ഞാൻ വീണ്ടും നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ മൂവി വർക്കും തിരക്കുകളും ആവുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ ഉത്സവ സീസണിൽ എനിക്ക് ഒരു അമ്പലത്തിൽ പോലും ഉത്സവത്തിന് പോകാൻ പറ്റിയിട്ടില്ല. ഉത്സവ സീസൺ ഷൂട്ടിലായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ഞാൻ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ ഞാൻ വീഡിയോ നിർത്തി പോവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ടീമുകളുണ്ട്. അതുപോലെ ഞാൻ ഇതെല്ലാം വെച്ച് കെട്ടി പോവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ടീമുകളുണ്ട് കേട്ടോ. അതും ഞാൻ അറിയുകയുണ്ടായി. അപ്പോൾ അതും കൂടിയൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു ഊർജം ഉണ്ടായത്. അപ്പോൾ
നമ്മുടെ ചാനൽ വീണ്ടും ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. ഫാമിലി വ്ളോഗ് ഉണ്ടാവത്തില്ല, വ്ളോഗ് ഉണ്ടാവും, പക്ഷേ ഡെയിലി വ്ളോഗ് ഉണ്ടാവത്തില്ല. പഴയതുപോലെ ഡെയിലി വ്ളോഗ് ഇടത്തില്ല. മാക്സിമം കണ്ടൻറ് ഇടാൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും നമുക്ക് നല്ല വിശേഷ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഓക്കെ, ശരി. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് യൂട്യൂബിനെക്കാട്ടിയും കൂടുതൽ വ്യൂ കിട്ടുന്നത് ഫേസ്ബുക്കിലാണ് കേട്ടോ. ഫേസ്ബുക്കിലാണ് കൂടുതലും ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഫേസ്ബുക്കിലെ വീഡിയോസാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അതിലെല്ലാം ഉപരി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ തുടരുന്നതായിരിക്കും. ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. പക്ഷേ ഡെയിലി വ്ളോഗ് ഉണ്ടാവത്തില്ല. ഡെയിലി വ്ളോഗ് ഉണ്ടാവത്തില്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിനുള്ള ടൈം ഇല്ല എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, വർക്ക് സൈറ്റ് ജോലി കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഒരുപാട് റിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാടാണ്. അപ്പോൾ ഞാൻ മാക്സിമം കണ്ടൻറ് വീഡിയോസും ഫെസ്റ്റിവൽ വ്ളോഗ്സും ടെമ്പിൾ വ്ളോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഫുഡി വ്ളോഗ്സും ട്രാവൽ ഇതൊക്കെ ആയിരിക്കും. ഡെയിലി വ്ളോഗ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ സുഹൃത്തുക്കളും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ തുടരുന്നതായിരിക്കും.